സാറേ ആ പിള്ളേരൊന്ന് വിളിക്കട്ടെ. ആ വിളി. കയറി വാ. ഇങ്ങോട്ട് കയറിക്ക്. എടപ്പേതാ മൂന്നൂരുടെ? എന്താ പരിപാടി എന്തായിരുന്നു? ഇല്ല, ഇവിടെ വരെ. നിനക്ക് ലൈസൻസ് ഉണ്ടോടാ? ഈ രണ്ടുമായിട്ട് എവിടെ പോയതാ നീ? നിന്റെ പെങ്ങന്മാരാണോ അവര്? അല്ല സാറേ, പിന്നെ ഫ്രണ്ട്സ് അഡ്ജസ്റ്റ്. എല്ലാത്തിൻ്റെ വീട്ടിൽ പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്? ഇല്ല. അല്ല നിന്റെ വീട്ടിലോ? ഇല്ല. നിന്റെയോ? ഇല്ല. ഇവരുടെ 3 പേരുടെയും പേരും അഡ്രസ് എഴുതി വെക്കുക. ഇവരുടെ വീട്ടിൽ അറിയിച്ചിട്ട് ആള് വന്നിട്ട് ബാക്കി എന്താ വെച്ചാൽ തീരുമാനിക്കാം. വാ വാ വാ. സാറേ ആ ഒരു കോളത്തിനുണ്ട് കേട്ടോ. ആണോ? ആരാ? ആ ദേ വരുന്നു. ആഹാ, കൊള്ളാലോ. ഒരു മിസ്സിംഗ് ഇൻഫർമേഷൻ ആണ്. ഇത് ചെറിയ കോളൊന്നും അല്ലല്ലോ. കൊള്ളാലോ. സാറേ ഇനി തപ്പിയ കിട്ടും സാറേ ഇവൻ്റെ. ഇവന്റെ മൊത്തം നമുക്ക് അഴിച്ചു നോക്കാം സാറേ. അഴിക്കടാ. ഇനി അഴിക്കണ്ട സാറേ, ഉണ്ടായിരുന്ന മൊത്തം നിങ്ങൾ തപ്പി എടുത്തു. ഒരു ഡ്രസ് ഇനി ഇതിനകത്തൊന്നും ഇല്ല. ഇവൻ നമ്മുടെ സ്ഥിരം പുള്ളിയല്ലേ. അഴിപ്പിക്കണം നിന്നെ കൊണ്ട്. ഇവന്റെ എന്തെങ്കിലും കാണാതിരിക്കത്തില്ല ഇനി. ഇവൻ്റെയൊക്കെ കോലം കണ്ടില്ലേ? ഉരുടാ പാൻറ് ഉരുടാ. അജി സാറേ എന്തോ? ഞങ്ങൾ നോക്കിയതാ, എന്നാലും ഒന്നുകൂടെ നോക്കിയാര്. നിന്റെ മറ്റേ അകത്ത് കിടക്കുന്നോണ്ട് ഊരിക്കണോടാ. ഇതാ സാറേ. ഇത് ഊരണോ? സാറാകത്തില്ലേ? ഉണ്ട് സാറാകത്തുണ്ട്. സാറാ വിളിക്കാം. സാർ. ആ സാറാ മനുവിനെ കിട്ടിയിട്ടുണ്ട്. ശരി താൻ പോകൂ, ഞാൻ വരാം. സാർ എല്ലാ സ്റ്റേഷൻ ക്ലിയർ ആണോ? എവിടുന്നാ കിട്ടിയവനെ? സാറേ നമ്മുടെ ബണ്ടിൻ്റെ എവിടുന്നാ? മിസ്സായിട്ടുണ്ട്. ഇതേ ഉള്ളോ? വേറെ ഉണ്ടോ അവൻ്റെ വഴി? സ്ഥലം ഒന്നടിച്ച് നോക്കിയേ സാറേ. കോഴിക്കോട്. ഒന്നുകൂടെ ഒന്ന് തപ്പി നോക്കാവനെ. പോയിരുന്നോ അവിടെ? കാണാതാവുമ്പോ കുട്ടി ധരിച്ചിരുന്ന വെള്ള സാറാ എൻ്റെ വീട്ടിൽ വിളിച്ചറിയിക്കണ്ടേ? ഒരു കാര്യം ചെയ്യാം, എൻ്റെ വീട്ടിൽ വിളിച്ച് പറയാം. അതെ, ഫോണിൽ വല്ല നമ്പർ വല്ലതും ഉണ്ടോ നോക്ക്, എന്നിട്ട് നമുക്ക് വിളിച്ചെന്ന് പറയാം. ആ നോക്കട്ടെ. ഏ ഞാനൊന്ന് പുറത്തേക്ക് പോയിട്ടിരാം. ആ ആയിക്കോട്ടെ. നീ വല്ലതും കഴിച്ചായിരുന്നോ? ഇല്ല. എന്നാ അത് കഴിക്കേ. ഇതങ്ങോട്ട് കൊടുത്തേക്ക്. ആ കൺട്രോൾ. സാറേ ഒരു അർജന്റ് ഇൻഫർമേഷൻ പാസ് ചെയ്യണ്ടായിരുന്നു. അറിയിക്കുക. സാറേ ഒരു മിസ്സിംഗ് ഇൻഫർമേഷൻ ആണ്. ഓൾ സ്റ്റേഷൻസ് സാറേ. ആൻസറിംഗ്. സാറേ സാറേ എന്താടാ? സാറേ വെള്ളമുണ്ട് സാറേ, വെള്ളം. ഒരു സാറേ. ഒരു കുട്ടി മിസ്സായിട്ടുണ്ട്. എടാ മിണ്ടാതിരിടാ. സാറേ വെള്ളം കുടിക്കാൻ വെള്ളമുണ്ടോ? കുടിക്കാൻ വെള്ളം. സാറേ കാണാതാവുമ്പോ മിണ്ടാതിരിടാ അവിടെ. കുട്ടി ധരിച്ചിരുന്ന
ഹലോ, മനുവിൻ്റെ അച്ഛനല്ലേ? ഇത് സ്റ്റേഷനിൽ നിന്നാണ്. ഇല്ലില്ല, നിങ്ങൾ സ്റ്റേഷൻ വരെ ഒന്ന് വരണം. ഇല്ലില്ല, കുഴപ്പമൊന്നുമില്ല, നിങ്ങളവിടെ വരെ വന്നാൽ മതി, കാര്യമുണ്ട്. ആൺകുട്ടിയാണ്, 10 വയസ്സുണ്ട്. സാറേ കയ്യിൽ സാറേ ഒരു സാറേ മോതിരം ചുമ്മാ ഇരുടാ. അണിഞ്ഞിട്ടുണ്ട്. സാറേ ഒരു ബീഡി തരുമോ സാറേ? മുടി നന്നായിട്ട് സാറേ ഞാൻ മേടിച്ച ബീഡി എവിടെ ഇരിപ്പുണ്ട്, അതിൽ നിന്ന് പറഞ്ഞാൽ തന്നാൽ മതി സാറേ. ഇന്ന് രാവിലെ ഇതല്ലേ? ആ. ഇതിൽ നിന്ന് ഇപ്പൊ തരും, അതിന് ആള് വരും. ഒരെണ്ണം തരാമോ സാറേ? ഭയങ്കര തണുപ്പാ. കാണാതായതാണ്. ആൺകുട്ടിയാണ്, 10 വയസ്സുണ്ട്. കയ്യില് എടാ മയില്, നിന്നോടല്ലോ ബീഡി ചോദിച്ചത്? പ്ലാസ്റ്റിക് മോതിരം, ഞാൻ മേടിച്ച ബീഡിയല്ലേ, നിനക്ക് തന്നാലും എന്നെ കുഴപ്പം? മുടി നന്നായിട്ട് നീ എന്നാണ് നോക്കി പഠിപ്പിക്കുന്ന കുറെ നേരമായിട്ട്? ഉണ്ടായിരുടാ, അടക്കട അവിടെ. അറിയില്ല നീ എന്നെ ചെയ്യണം പൂതാ, നീ എന്നെ ചെയ്യാനാ? വീട്ടിൽ നിന്ന് പണി മേടിച്ച് കെട്ടാനുള്ള പരിപാടി അല്ലേ? പോയിട്ട് കാണാതായതാണ്. ഇരിയോട്ടെ. കൈയെടുക്കാം അവിടുന്ന്. ആ സാറേ വിലങ്ങിയെടുത്തോ സാറേ. എന്താ സാറേ? നിന്നെയൊക്കെ പൂളാം. മയില്. മയിലിന്റെ പക്കം പോലെ. മോനെ അടങ്ങട ഉണ്ണ, നിന്റെ കുത്തിക്കിഴപ്പ് ഞാൻ ഇത് കഴിഞ്ഞിട്ട് മാറ്റി തരാം. ഇങ്ങനെ കൊല്ലാൻ പോവാണോ? നിന്നെയൊക്കെ വീട്ടിൽ കയറി പോകണോ? ഇവനെ മനോഹര കോതി കാലൻ ഇവിടുന്ന് വിളിച്ചായിരുന്നു. ആരാണ്? മനുവിൻ്റെ അച്ഛനാ. ഇതല്ലേ തൻ്റെ മോൻ? സാറേ അതെന്റെ അച്ഛനാ സാറേ. സാറേ സാറേ എന്റെ അച്ഛനാ സാറേ, ഇത് അഴിക്ക് സാറേ. സാറേ അച്ഛാ ചുമ്മാ പറയുന്ന അച്ഛാ ഇവര്, ഞാനൊന്നും ചെയ്തില്ല സാറേ. എന്റെ അച്ഛനാ സാറേ, അഴിക്ക് സാറേ, ഇത് അഴിക്ക്. അഴിക്കാൻ നിന്റെ SI ഒക്കെ എന്തിനാ പറയണേ അഴിച്ചുകൂടാൻ? എടാ നീയൊക്കെ ഉണ്ടല്ലോ നാട്ടിലിറങ്ങുമ്പോ നിന്നെയൊക്കെ വെച്ചേക്കാണോ? സാർ സാറേ ആ പയ്യൻ്റെ അച്ഛൻ വന്നു. വരാൻ പറ. സാർ നീയൊക്കെ എന്നാ മയിലുമാരെ വിചാരിച്ച്? വീട്ടിൽ നാളെ വിളിച്ചിട്ട് പേടിക്കണോളാം പന്നെ പൂവന്മാരെ. എന്താ പേരെന്താ? മധു. ജോലി? മരമ്പട്ട സാറേ. ഇപ്പൊ പോണില്ലേ? ഇല്ല, ഞാൻ മരത്തിൽ നിന്ന് വീണു. ഇപ്പം പണിക്കൊന്നും പോകുന്നില്ല. നിങ്ങൾ പോയാലെന്താ? മകൻ ഒരുപാട് കാശ് ഉണ്ടാക്കുന്നുണ്ടല്ലോ. സാറേ ഇതൊന്നും എൻ്റെ അറിവോടുകൂടിയല്ല സാർ, എനിക്കറിയില്ല അതിനെക്കുറിച്ച്. തൻ്റെ മകന് നല്ല ബിസിനസ്സാണ്, ഒരുപാട് കാശ് കിട്ടുന്ന ബിസിനസ്സാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ത് ചെയ്യാനാ സാറേ, ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു. കഞ്ചാവ്, MDMA, സ്റ്റാമ്പ്, അങ്ങനെ കൂടിയ സാധനങ്ങളാണ് കച്ചവടം ചെയ്യുന്നത്. എന്തായാലും കേസ് രജിസ്റ്റർ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അകത്ത് പോയാൽ ജാമ്യം കിട്ടുന്ന കാര്യം പാടാ. അവന് നല്ലൊരു ചികിത്സയുടെ ആവശ്യമുണ്ട്. നല്ലൊരു ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ച് നല്ല ചികിത്സ അവന് കൊടുക്കണം. അല്ലെങ്കിൽ മുന്നോട്ട് അവൻ്റെ ജീവിതം തന്നെ പോയി കിട്ടും. അതിനുള്ള കാര്യം ആദ്യം നിങ്ങൾ നോക്ക്. രാവിലെ ഇറങ്ങി പോകുന്ന വീട്ടിൽ നിന്ന് അവൻ എങ്ങോട്ടാണ് പോകുന്നത്, എന്താ ചെയ്യുന്നത് ഞാൻ അറിഞ്ഞിരുന്നില്ല. എന്തായാലും കേസ് രജിസ്റ്റർ ചെയ്യാൻ പോവാം. നമുക്കത് രജിസ്റ്റർ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ഏതെങ്കിലും നല്ലൊരു വക്കീലിനെ കണ്ട് ജാമ്യത്തിൻ്റെ കാര്യം നോക്കുക. ഇനിയെങ്കിലും നിങ്ങൾ മക്കളെ ശ്രദ്ധിക്കുക. എന്തായാലും നിങ്ങളൊന്ന് പുറത്ത് വെയിറ്റ് ചെയ്യും. ശരി സാർ. അടിച്ചുവിടല്ലേ, അടിച്ചുവിടാൻ മക്കളെ. ഇനിയൊക്കെ നാട്ടിലിറങ്ങി പോടാ. നീ നിന്റെ വീട്ടുകാരും നിന്റെ അമ്മ പച്ചക്കാരുടെ പൈര പോലെ അടിച്ചുവിടാല്ലേ, അടിച്ചുവിടാൻ.
കൊന്നാളെ. നിന്റെയൊക്കെ അവനില്ലേ ആ SI, അവനെ ഞാൻ പണിയും, നിന്നെയും ഞാൻ പണിയും. ഈ കളി വേറെയാണാ.